തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപ് ഒരൽപ്പം നർമ്മസല്ലാപവുമായി കാപ്പിയും കാർട്ടൂണും പ്രദർശനം സംഘടിപ്പിച്ച കേരള കാർട്ടൂൺ അക്കാദമി തെരഞ്ഞെടുപ്പ് കാലത്ത് ജനശ്രദ്ധ നേടിയ കാർട്ടൂണുകളാണ് പ്രദർശനത്തിൽ എത്തിയത്. വൈകുന്നേരത്തെ കാപ്പിക്കൊപ്പം രാഷ്ട്രീയ വിവാദങ്ങൾ നിറഞ്ഞ കാർട്ടൂണുകളും ഒരുക്കിയതോടെ കാഴ്ചക്കാരിൽ അത് വീണ്ടും ചിരിയുണർത്തി. രാഷ്ട്രീയത്തിൽ നിന്നും പ്രധാന പങ്കുവഹിച്ചവയാണ് കാർട്ടൂണുകൾ. പൗരത്വധർമ്മമറിയാത്ത NDA സ്ഥാനാർത്ഥിയും നിന്ന നിൽപ്പിൽ പാർട്ടി മാറുന്ന കോൺഗ്രസ് നേതാക്കളും സ്ട്രോങ് റൂമിന് മുന്നിൽ കാത്തുനിൽക്കുന്ന മുന്നണി സ്ഥാനാർത്ഥികളും തുടങ്ങി നിരവധി വിഷയങ്ങളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. വൈകുന്നേരത്തെ കാപ്പിക്കൊപ്പം രാഷ്ട്രീയ വിവാദങ്ങൾ നിറഞ്ഞ ഇത്തരം കാർട്ടൂണുകളും ഒരുക്കിയതോടെ കാഴ്ചക്കാരിൽ അത് വീണ്ടും ചിരിയുണർത്തി. തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപായുള്ള ഈ നർമ്മസല്ലാപത്തിൽ തിരുവനന്തപുരം മണ്ഡലം LDF UDF സ്ഥാനാർത്ഥികളും CPI സംസ്ഥാന സെക്രട്ടറിയും പങ്കാളികളായി. ഒപ്പം രാഷ്ട്രീയത്തിൽ എന്നും ഇടം പിടിച്ച പഴയകാല കാർട്ടൂൺ ഓർമ്മകളും പങ്കുവച്ചു. അബുവിൻ്റെ കാർട്ടൂണാണ് പഴയ കാർട്ടൂൺ. അടിയന്തരാവസ്ഥക്കാലത്ത് അബു വരച്ച കാർട്ടൂൺ ഇന്ത്യ മറക്കില്ല. അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് കുളിക്കുകയാണ് ബാത്ത്. ആ കുളിക്കുന്ന രാഷ്ട്രപതിയോട് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് ഒരു ഫയൽ എത്തുകയാണ്. ഒപ്പിടണം രാഷ്ട്രപതി. ആ ഫയൽ ഒപ്പിട്ടിട്ട് അദ്ദേഹം തിരിച്ചു കൊടുക്കുകയാണ്. ബാത്ത് കിടന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, ഇനി ഉണ്ടോ എന്ന്. അതൊരു അന്നത്തെ കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് മാനങ്ങളുള്ള രാഷ്ട്രീയ അർത്ഥം ഒരുപാട് ശരിക്കുമുള്ള ആ കാർട്ടൂൺ അടക്കമുള്ള കാർട്ടൂൺസ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. മറ്റേവർ അഭിപ്രായങ്ങളും മറ്റേവരെന്തൊക്കെയാണ് വലിയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പത്രങ്ങൾ വായിക്കും. അതിൻ്റെ ഇടയിൽ എപ്പോഴും ഒരു സമാധാനമുള്ളത് കാർട്ടൂൺസാണ്. ആ കാർട്ടൂൺ വഴിക്കാണ് നമ്മൾക്ക് ശരിക്ക് ഒരു ജനങ്ങൾ എന്ത് കണ്ടിട്ടാണ് ചിരിക്കുന്നത്, ജനങ്ങൾക്ക് എന്താണ് ഒരു തമാശ പോലെ തോന്നിയത്, അല്ലെങ്കിൽ ചിലപ്പോൾ തമാശനായി, ചിലപ്പോൾ ഒരു നല്ല സീരിയസ് മെസ്സേജ് ആയിരിക്കും. കാർട്ടൂൺ വിമർശനമാണ് പ്രധാനം. ഏത് വിഷയത്തെക്കുറിച്ചും ജനങ്ങളിലുണ്ടാകുന്ന വിമർശനം കാർട്ടൂണിസ്റ്റ് ഒരു വരികൾ കൂടി നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കും. അതിൽ പ്രധാനം അടിക്കുറിപ്പാണ്. ഇപ്പം നിങ്ങൾ നോക്കണം, അവിടെ ഞാനൊരു കാർട്ടൂൺ കണ്ടു. തെരഞ്ഞെടുപ്പ് ഫലത്തിനായുള്ള കാത്തിരിപ്പിനിടയിലും ഇരു മുന്നണി നേതാക്കൾ ഒരേ വേദിയിലെത്തിയതോടെ കോർത്തിണക്കിയ കാർട്ടൂണുകൾ പോലെ ഏറെ മനോഹരമായിരുന്നു കാപ്പിയും കാർട്ടൂണും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.